ഒരു അറബി ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ അറബി ഉസ്താദ് പറയുകയാണ്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് നടന്നു. അങ്ങനെ ആ വഴക്കിനിടയിൽ ശക്തമായ വാക്കുകൾ ഭാര്യ ഉപയോഗിച്ചു. എന്നിട്ട് ആ ഉസ്താദ് പറയുകയാണ്, ആ ഭാര്യ എന്ന് പറയുന്നവൾ വളരെ നല്ല സ്ത്രീയാണ്. അവൾ നല്ല മര്യാദക്കാരിയും സ്നേഹമുള്ളവളും എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്യുന്നവളുമാണ്. പക്ഷേ ദേഷ്യം പിടിച്ചാൽ അവൾക്ക് ഇങ്ങനെ പലതും സംസാരിക്കും, അതായത് നല്ല കടുത്ത വാക്കുകൾ ഉപയോഗിക്കും. അങ്ങനെ ഒരു സമയത്ത് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു, അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, നീ ആണാണെങ്കിൽ എന്നെ ഇപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് തൊലാക്ക് ചെല്ല്, നീ ആണാണെങ്കിൽ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവൻ്റെ ആണത്വത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവൾ സംസാരിച്ചപ്പോൾ ഇവനൊന്നും പിന്നെ ചെയ്യാനില്ല. അപ്പം അവൻ പറഞ്ഞു, അവനൊന്നും പ്രതികരിച്ചില്ല. വീണ്ടും അവൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, നീ ആണാണെങ്കിൽ എനിക്കെന്താ റിപ്ലൈ തരാത്ത, നീ ആണാണെങ്കിൽ നീ ഇപ്പോൾ അത് ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവനെന്ത് ചെയ്തു, ആ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് ഒരു കവറിലിട്ടിട്ട് അവൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആണാണെന്ന് തെളിയിച്ചിരിക്കുന്നു, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, നിൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. വന്ന വഴിക്ക് നീ വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ആ കവറും വാങ്ങിയിട്ട് അവളുടെ സാധനങ്ങൾ എടുത്ത് അവളുടെ കുട്ടികളെയും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവളൊന്നും പ്രതികരിച്ചില്ല. 10-20 ദിവസങ്ങൾക്ക് ശേഷം അവൾ ഭർത്താവിന് എന്ത് ചെയ്തു, മെസ്സേജ് അയക്കാൻ തുടങ്ങി. എനിക്ക് അങ്ങോട്ട് തിരിച്ചു വരണം, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കൂടുതൽ മെസ്സേജ് വന്നപ്പോൾ അവൻ തിരിച്ച് അവൾക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ പറയും, എന്നെ തിരിച്ചു കൊണ്ടുപോകണം, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, നീ ഓർഡർ ചെയ്തതാണ് ഞാൻ ചെയ്തത്, നിനക്കിപ്പോൾ മനസ്സിലായോ ഞാൻ ആണാണെന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, അതെ, നിങ്ങൾ ആൺകുട്ടി തന്നെയാണ്, എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ പറഞ്ഞപ്പോൾ അവൻ പറയും, എങ്കിൽ ആ കവർ പൊട്ടിച്ച് ആ പേപ്പറിലുള്ളത് വായിച്ചു നോക്കുന്നത്. അപ്പോൾ പേപ്പറിലുള്ളത് ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകും, പിന്നെ ഞാൻ ഒരിക്കലും തൊലാക്ക് ചെല്ലില്ല, കാരണം നീ എൻ്റെ പൊന്നു മക്കളുടെ ഉമ്മയാണ്, നിന്നെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ തൊലാക്ക് ഡൈവോഴ്സ് ചെയ്യില്ല എന്നാണ്. അപ്പോൾ അത് വായിച്ചിട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, നീ മാത്രം ആണുകളുടെ ഏറ്റവും നല്ല ആണാണ് നീ എന്ന് തെളിയിച്ചിരിക്കുന്നു നീ, അതുകൊണ്ട് ഞാനെന്താ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് ഉസ്താദ് പറഞ്ഞത്.